മലയാളികൾ ആവേശത്തോടെ ഏറ്റുപാടുകയും ചുവടുവെക്കുകയും ചെയ്ത ജാസി ഗിഫ്റ്റിന്റെ പാട്ട് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതെ, ലജ്ജാവതിയേതിന്റെ കള്ളക്കടക്കണ്ണിൽ എന്ന ആ പാട്ട്. ജാസി ഗിഫ്റ്റിന്റെ അതേ ശബ്ദത്തിൽ പാട്ട് പാടുന്ന മറ്റൊരാളുണ്ട് നമ്മുടെ കോഴിക്കോട്. ആരാണെന്നായിരിക്കും? പിലാശ്ശേരി സ്വദേശി ഷംസുഖ. നമുക്ക് ഷംസുഖാനെ ഒന്ന് കാണാം, ആ പാട്ടൊന്ന് കേൾക്കാം. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ജാസി ഗിഫ്റ്റ് സംവിധാനം നൽകി പാടിയ പാട്ട് അന്നക്കിളി നീയന്നിലെ വർണ്ണക്കന വേറി വന്നു. ആ പാട്ട് ഈ പിലാശ്ശേരിക്കാരൻ, കോഴിക്കോട് പിലാശ്ശേരിക്കാരനായ ഒരാൾ പാടിയതാണ്. അത് വലിയ രീതിയിൽ വൈറലായി. ജാസി ഗിഫ്റ്റ് അത് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ അദ്ദേഹത്തോടെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഇവിടെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരാൾ ഇവിടുന്ന് പാട്ട് പാടിയിരുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് കാണിച്ചു തരും. അദ്ദേഹം ഇവിടെ തന്നെ, അദ്ദേഹത്തിന്റെ വീട് ഇവിടെയാണ്. അദ്ദേഹം ഇവിടെ കൂടുതൽ ഇവിടെ ഉണ്ട്. അത് അപ്പുറത്ത് ഇരിക്കുന്നതാ, അപ്പുറത്ത് നിൽക്കുന്നതാ അവിടെ. അതാ ഷംസുഖായി എന്നാ പേര്. അന്തിക്കടവത്തോരമ്പിളിക്കൊമ്പിൽ കല്ലിക്കുയിലായി നീ പാടി തുള്ളിത്തിര തുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മാറി. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പാട്ട് പാടി വൈറലായി. അതെ പറഞ്ഞു. അത് വളരെ അങ്ങനെ ഇവിടെ കൂടി വൈകിട്ട് ഇരിക്കാറുണ്ട്. അങ്ങനെ ഇരുന്ന് പാടിയതാണ്. അത് വീഡിയോ എടുത്ത കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ വൈറലായപ്പോഴാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത്, ഇങ്ങനെ പാട്ട് വൈറലായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ജാസി ഗിഫ്റ്റ് ഉൾപ്പെടെ വലിയൊരു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ ജാസി അപ്പോൾ സന്തോഷമാണ്. വളരെ സന്തോഷം. അദ്ദേഹം പിന്നീട് മെസ്സേജ് അയക്കോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നേരിട്ട് വിളിക്കാൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, നേരിട്ട് വിളിച്ചിട്ടില്ല. വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഒരു പ്രശംസിച്ചു. പാട്ട് സ്ഥിരമായിട്ട് പാടുന്ന ആളാണോ? ഞാൻ പാട്ട് പാടാറുണ്ട്, പക്ഷേ എൻ്റെ ഒരു ജോണർ ഗസൽസ് ആണ് ചെയ്യാറ്. ഈ ജഗ്ജിത് സിംഗിൻ്റെ ഗസൽസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഈ അടിപൊളി പാട്ടുകൾ, ഇപ്പോൾ മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ പണ്ട് ഞാനൊരു ചെറുപ്പം തൊട്ടേ പാടാറുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലും ഒരു കല്യാണ വീട്ടിലോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഒരു പാട്ടുകാരൻ എന്നുള്ളൊരു ലേബിൾ നമുക്കുണ്ട്. പക്ഷേ ഈ കരോക്കയിൽ പാടാനുള്ളൊരു എന്താ പറയുക, അത് ഇപ്പോഴാണ് കുറച്ചെങ്കിലും പാടി വന്നത്. നമ്മൾ ചുരുങ്ങിയതൊരു പെട്ടിയും തബലയും വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെയാണ് ചെയ്യാറ്. ഇഷ്ടപ്പെട്ട ജോണർ ഗസല എന്ന് പറഞ്ഞു. ഒരു രണ്ട് വരി ഗസലും കൂടി ഒന്ന്. ഹോഷ് വാലോം കോ ഖബർ ക്യാ ബേഖുതി ക്യാ ചീസ് ഹൈ, ഹോഷ് വാലോം കോ ഖബർ ക്യാ ബേഖുതി ഏതായാലും കൂടുതൽ വേദികൾ കിട്ടട്ടെ, കൂടുതൽ അറിയപ്പെടട്ടെ. ഏതായാലും പിലാശ്ശേരി എന്ന പേര് താങ്കളുടെ കൂടെ അറിയപ്പെട്ടെ എന്ന് ഏറ്റവും കൂടുതൽ ആശംസിക്കുന്നു. ടീം പിലാശ്ശേരിയുടെ ഒരു കരുത്ത് തന്നെയാണ് ഷംസുഖാനെ ഈ നിലയിൽ എത്തിച്ചതെന്നാണ് ഷംസുഖ പറയുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മിനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 കോഴിക്കോട്.